ാണ് നീ വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരുപാട് പ്രയാസം നീ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പീഡനങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും. എന്നാലും നീ സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്നോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന സ്വഹാബികൾ അവിടുന്ന് പടച്ചവനെ അവരിറങ്ങി പോവുകയാണ്. സങ്കടത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ നിങ്ങളെ വീടിന്റെ വെളിയിലേക്ക് ഇറക്കുന്നില്ല, നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിടുന്നില്ല, വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരാ സമ്മതിക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, എണ്ണ കൊടുക്കുന്നില്ല. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് ഒന്നും കടത്തിവിടാതെ തടയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾക്ക് 82 വയസ്സുണ്ട്. വൃദ്ധനായ മനുഷ്യനാണ്. വീടിന്റെ അകത്ത് പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. അല്ലാഹുവേ, നോമ്പ് പിടിക്കുകയാ. അവിടുന്ന് ബുധനാഴ്ച ദിവസം നോമ്പ് പിടിച്ചു. നോമ്പ് പിടിക്കുന്ന സമയത്ത് കഴിക്കാൻ ഭക്ഷണമില്ല. അന്ന് പട്ടിണി നോമ്പാണ് പിടിച്ചത്. ബുധനാഴ്ച വൈകുന്നേര സമയമായി. നോമ്പ് മുറിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, പച്ചവെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. വ്യാഴാഴ്ച രാവിലെ നോമ്പ് പിടിച്ചു. കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പടച്ചവനെ, കഴിഞ്ഞ ദിവസവും പട്ടിണി നോമ്പാണ്, വ്യാഴാഴ്ചയും പട്ടിണി നോമ്പാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പട്ടിണി നോമ്പ് പിടിച്ചിട്ട് നോമ്പ് പിടിക്കാനും നോമ്പ് മുറിക്കാനും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ഭാര്യയ്ക്ക് സങ്കടമാവുകയാണ്. മഹദിയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് കിടക്കുന്നത് കണ്ടപ്പോ അവളൊന്ന് ചിന്തിച്ചു, നോമ്പ് മുറിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. വെള്ളമെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കളോട് ചോദിക്കുന്നു, ഇത്തിരി വെള്ളം കുടിക്കാൻ എടുക്കാനാണ്. ഞങ്ങളെ പട്ടിണി നോമ്പാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഇത്തിരി വെള്ളം തരാനാണ്. ഇത്തിരി വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാ സമ്മതിക്കുമോ? ശത്രുക്കൾ കളിയാക്കുന്നു. ഈ ഓടയിൽ കിടക്കുന്ന വെള്ളം കോരിയിട്ട് നിന്റെ ഭർത്താവിന് കൊടുക്കൂ. 35,000 വരുന്ന നാണയം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത സ്വഹാബിയാ. മുനാഫിക്കീങ്ങളും പുതിയ മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ. നായില ബീവിയെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, വീടിനകത്തേക്ക് തിരിച്ചു കയറ്റുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് നോമ്പ് മുറിക്കാൻ ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങൾ അന്നും നോമ്പ് മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാറില്ല. അങ്ങനെ പട്ടിണി കിടക്കുകയാണ്, അങ്ങനെ പട്ടിണി കിടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കിടക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 82 വയസ്സുള്ള ഉസ്മാൻ തങ്ങളുടെ ചാരത്തിരുന്നിട്ട് കരയുമ്പോ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നായില, എന്തിനാ നീ കരയുന്നത്? ഇതെന്തൊരവസ്ഥയാ, ഇതെന്തൊരവസ്ഥയാ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, നിങ്ങൾ പട്ടിണി നോമ്പാണല്ലോ, നിങ്ങൾ പട്ടിണിയാണല്ലോ, കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, നായില, ആരാ പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? എനിക്ക് പട്ടിണിയാണെന്ന് ആരാ പറഞ്ഞത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നായില, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ ചാരത്ത് വന്നോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നോ, എനിക്ക് കുടിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു തന്നോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഴാഴ്ച നോമ്പ് മുറിക്കാൻ കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന ഉസ്മാൻ തങ്ങളുണ്ടല്ലോ,
ഉസ്മാൻ തങ്ങളുടെ വായിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ. എന്നിട്ട് റസൂലുള്ള എന്നെ വിരുന്നിന് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിരുന്ന് വിളിച്ചിട്ടാ പോയത്. എന്തേ പറഞ്ഞതെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ കൂടെയാ. നാളെ നോമ്പ് തുറക്കുന്നത് ഞാനും അബൂബക്കറും ഉമറും നീയും കൂടെ ഒരുമിച്ചിരുന്ന നാളെ നോമ്പ് തുറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിരുന്ന് വിളിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ പറഞ്ഞതിനർത്ഥമെന്തെന്നറിയോ? നാളെ മഗ്‌രിബിന് മുമ്പ് ഉസ്മാൻ തങ്ങൾ മരണപ്പെടുമെന്നാ. പടച്ചവനെ അവിടെ നിന്ന് മരണം പറഞ്ഞു കൊടുത്തു. ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്, ദുൽഹജ്ജ് 17. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ജുമുഅ നിസ്കരിക്കാൻ അവരെ സമ്മതിച്ചില്ല. പടച്ചറപ്പേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ അടിമയെ വിളിക്കുകയാണ്. അവിടുന്ന് തന്റെ അടിമയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കമീസും പൈജാമയും കൊണ്ടുവരാൻ. പഠിക്കണം ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങളുടെ ജീവിതം കണ്ട് മലക്കുകൾ പോലും തലതാഴ്ത്തിയത് എന്തിനെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഒരു കമീസും പൈജാമയും കൊണ്ടുവരാൻ. റബ്ബേ, ഉസ്മാൻ തങ്ങൾ കുളിക്കുകയാ. ഭാര്യയോട് യാത്ര പറയുകയാണ്. ഉസ്മാൻ തങ്ങൾ കുളിച്ചിട്ട് പടച്ചവനെ കമീസ് ധരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ പാൻറിടാറില്ല. ഉസ്മാൻ തങ്ങൾ പാൻറിടാറില്ല. പക്ഷേ ആദ്യമായിട്ട് ഉസ്മാൻ തങ്ങൾ പാൻറ് ധരിക്കുകയാണ്. നല്ലതുപോലെ മുറുക്കി കെട്ടുകയാ. അഴിഞ്ഞു പോകാതിരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കമീസ് ഇട്ടിട്ട് അവിടുത്തെ പൈജാമ മുറുക്കി കെട്ടുകയാ. എന്തിനു വേണ്ടി എന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാ, സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങൾക്കറിയാ, ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന ശത്രുക്കൾ അല്പം കഴിഞ്ഞാൽ എന്റെ വീടിനകത്ത് കയറിയിട്ട് എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കുമല്ലോ. അവരുടെ വീടിനകത്ത് കയറിയിട്ട് എന്നെ കൊല്ലുമല്ലോ. അവരുടെ ദേഷ്യം തീർക്കുമല്ലോ. ആ സമയത്ത് എന്റെ ഔറത്ത് വെളിവാകാൻ പാടില്ല. മുണ്ട് ധരിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവര് ശരീരം മുഴുവനും വെട്ടി കീറുമ്പോ എന്റെ ഔറത്ത് വെളിവാകുമല്ലോ. എന്റെ ഔറത്ത് നാട്ടുകാരെ കാണുമല്ലോ. അത് കാണാതിരിക്കാൻ ഉസ്മാൻ തങ്ങൾ പാൻറിടുകയാ. പഠിക്കടാ ചെറുപ്പക്കാരാ. വയൽ കഴിഞ്ഞ് മുണ്ട് മടക്കി കുത്തി റോഡിലൂടെ നടക്കുന്ന വാപ്പാ. 82 വയസ്സുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് നാട്ടുകാരെ കാണരുത്. അതിനുവേണ്ടി പൈജാമ ധരിക്കുകയാണ്. പടച്ചവനെ ഉദവെടുത്തു. ഭാര്യയോട് യാത്ര പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്തത്. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്തത്. ഉസ്മാൻ തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം പായിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ബോധാൻ തുടങ്ങി. ഇങ്ങനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കള് വീടിന്റെ വാതിലിൽ തീയിടുകയാ. എന്നിട്ട് ഒരു വീടിനകത്തേക്ക് കടന്നു വന്നോ. ഉസ്മാൻ റളിയല്ലാഹു തആല ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കാരം പായിക്കകത്തിരിക്കുമ്പോ അവര് വീടിനകത്തേക്ക് കയറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വെട്ടാ പോകുമ്പോ അവരൊന്ന് കൈ ഇങ്ങനെ എടുത്തിട്ട് തടയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല കയ്യങ്ങ് വെട്ടി മുറിക്കുക.
പിടിക്കുകയാ. ഇത് കണ്ടുകൊണ്ട് നായിലാ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഓടി വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടുന്നതിന് വേണ്ടി വാൾ ഉയർത്തുമ്പോൾ നായിലാ ബീവി റളിയല്ലാഹു തആല കേറി തടയുകയാ. നായിലാ ബീവിയുടെ രണ്ട് കൈകളും അവര് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുന്നിലിട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവർ വെട്ടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പിടഞ്ഞ് താഴെ വീഴുകയാ. ശത്രുക്കള് വീടിനകത്ത് എരച്ചു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കള് കയറി വന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു. എന്നിട്ട് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോ തങ്ങളുടെ തല ഉയർത്തി നോക്കിയാരാ എന്റെ താടിയിൽ പിടിച്ചിരിക്കുന്നതാരാ റബ്ബേ. നോക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുകയാ. തന്റെ താടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു, മോനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ട താടിയിലാ നീ കേറി പിടിച്ചിരിക്കുന്നത്. ആരാ പിടിച്ചതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ അബൂബക്കർ തങ്ങളുടെ മകനാണ് താടിയിൽ കേറി പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുന്നത്. അന്ന് ശത്രുവിന്റെ കൂടെയാ. ഇത് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ മകന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അപ്പോഴാണ് തെറ്റു മനസ്സിലായത്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോ റളിയല്ലാഹു തആല ഇവനെ വീടിനകത്തിട്ട് ശത്രുക്കള് വെട്ടുകയാ. ഖുർആൻ വിട്ടില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ അപ്പോഴും ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ പിടിക്കുകയാ. എന്റെ കഴുത്തിൽ വെട്ടുകൊണ്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മുകളില് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, റബ്ബേ, ഏതായത്തിന്റെ മുകളിലാ വീണത്, ഏതായത്തിന്റെ മുകളിലാ വീണത്. തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു, ഉസ്മാനേ, നിനക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും. നീ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ നീ എന്റെ കൂട്ടുകാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. വീടിനകത്ത് ഇരച്ചു കയറിയ ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചു. മുസ്ലിമേ, ആ വിളക്കൻ അണയുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. റബ്ബേ, കബറടക്കിയത് രാത്രിയിലാ. ആരും കാണാതെ മുസ്ലിമീങ്ങൾ എടുത്തു കൊണ്ടുപോയി ജന്നത്തുൽ ബഖീയുടെ വെളിയിലാ കബറടക്കിയത്. കാരണം പേടിയായിരുന്നു, ആ മയ്യത്ത് അവര് വികൃതമാക്കുമെന്ന് മുസ്ലിമീങ്ങൾക്ക് പേടിയായിരുന്നു. റബ്ബേ, ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയതെങ്കിലും ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ അറിയണം ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ആരെല്ലാം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അവന് മുഴുവനും ഭ്രാന്ത് പിടിച്ച് ചത്തുപോയെന്ന ചരിത്രം പറയുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ കൂടിയവർ മുഴുവനും പടച്ചവനെ അവർ കാഫിറായി പുഴുത്ത് ചത്തുപോയെന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അതാ കൊല്ലങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ,
പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞിട്ട് തവാഫിന്റെ വേളയിൽ കരയുകയാ. അവളെന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾ മരിച്ചു കിടന്നപ്പോ ഞാൻ മയ്യത്ത് കാണാൻ പോയി. ഉസ്മാൻ തങ്ങളുടെ മരിച്ചു കിടന്നപ്പോ ഞാൻ മയ്യത്ത് കാണാൻ പോയി. മരിച്ചു കിടക്കുന്ന ഉസ്മാനിന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉസ്മാൻ തങ്ങള് ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ഉസ്മാൻ തങ്ങള് ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് ഈ മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മുഖത്തടിച്ചിട്ട് പറഞ്ഞു, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ മുഖത്തേക്ക് കൈയെടുത്തടിച്ചു. തവാഫ് ചെയ്യുന്ന മനുഷ്യൻ തന്റെ കൈ കാണിച്ചിട്ട് പറയുന്നു, എന്റെ കൈയങ്ങുണങ്ങിപ്പോയി. മരിച്ചു കിടന്നപ്പോഴും ചിരിച്ച സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ജന്നത്തുൽ ബഖീയുടെ പുറത്ത് കൊണ്ടുപോയി പാതിരാത്രിയിൽ കബറടക്കി. എങ്കിൽ ഇന്ന് മദീനത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും കൂടപ്പുറപ്പുകളും സഹാബികൾ കിടക്കുന്ന അല്ലാഹുവേ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ ഉസ്മാൻ തങ്ങളുടെ ബറക്കത്ത്